സലാമത്ത് നൽകട്ടെ. ഖബറിലേക്ക് എത്തിയിട്ട് രക്ഷപ്പെടാൻ പഴുതുള്ള ആളാണോ? മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനുള്ള അടയാളം കിട്ടിപ്പോയി. മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരാൻ കൂടുതൽ സമയം കഴിയണ്ട. പിന്നെയോ ആളുകളൊന്ന് മറമാടലൊന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടനെ വരും ഖബറിലേക്കൊരു രൂപം. നല്ല മനുഷ്യനാണോ കിടക്കുന്നത്? കാണാ നല്ല അഴകുള്ള രൂപം. ആണിനാണെങ്കിൽ ആണിന്റെ രൂപത്തിൽ ഒരാള്, പെണ്ണിനാണെങ്കിൽ പെണ്ണിന്റെ രൂപത്തിൽ ഒരാള്. കാണാ നല്ല സുമുഖനും സുമുഖിയുമായിട്ടുള്ള ആള് വരും. വരുമ്പോ ഈ ഖബറാള് ചോദിക്കും, മൻ അന്തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക് ഫവജ്ഹുകൽ വജീഹു യജീഹു ബിൽ ഖൈർ. ആരാണ് നീ? നിന്റെ ഈ പ്രസന്നമായ മുഖം കണ്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടല്ലോ, ആരാണ് നീ? അപ്പോൾ പറയും, കുറെ അമലുകൾ സമ്പാദിച്ചു വെച്ച ആളോടാണെങ്കിൽ കിട്ടുന്ന മറുപടി, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സുഹൃതങ്ങളാണ്. സുഹൃതങ്ങൾ ചെയ്ത ആൾക്കാർക്ക് അത് കാണാണ്ടാകും. ഇപ്പോഴും നമ്മളെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉസ്താദുമാരും ഉലമാവും സാദാത്തുക്കളെ കൂട്ടത്തിൽ ഒരു മാസമാകുമ്പോൾ 5ഉം 6ഉം ഖത്മൊക്കെ തീർക്കുന്ന ആൾക്കാരുണ്ട്. ദീനിന്റെ ഹിദ്മത്തൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ദർസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നിടക്കല് മറ്റു സുന്നത്തസ്കാരങ്ങളും കുടുംബങ്ങളൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അവർ തീർക്കുന്നു 5ഉം 6ഉം ഖത്മും. ഒരു വർഷത്തിൽ നമ്മളെ കൂട്ടത്തിൽ ഒരു ഖത്മ് പോലും ഓതിയാകാത്ത ആളുകൾ വല്ലാതെ നെഞ്ചത്തൊന്ന് കൈവച്ച് ചിന്തിക്കണം. മുമ്പൊക്കെ റമദാൻ മാസം വന്നാൽ 2-3 ഖത്മൊക്കെ തീർത്തിരുന്നത് ഇപ്പോൾ ഒരു ഖത്മും കൂടി ആകുന്നില്ല. വളരെ പിറകോട്ടാണ്. ഭക്ഷണം അല്ലാഹുത്തആല മുടക്കിയിട്ടില്ല, സുഖങ്ങളൊന്നും അല്ലാഹുത്തആല കുറച്ചിട്ടില്ല. അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് പരമാവധി. പക്ഷെ ശുക്ർ കുറവാണ്, നന്ദി കുറവാണ്. നമ്മൾ കണക്കോട്ടുന്നത് എന്താണെന്നറിയോ? ഒരു ആയത്തന്നെ ഓതിയാൽ, ഒരു പേജന്നെ ഓതിയാൽ എത്രമാത്രം ഉണ്ടാകും? അതിമലൊക്കെ മതിയാ പോരെ, നിർത്തിയാ പോരെ? പോരാ. അമലുകൾ കുറവായി പോകരുത്, വേക്കോട്ടായി പോകരുത്. അമലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ കൈകടിച്ചു പോകരുത്. അവരുടെ ആയുഷ്കാലവും സൗകര്യങ്ങൾ കുറഞ്ഞ ലോകവും സൗകര്യങ്ങൾ വേണ്ടതുപോലെ അല്ലാഹുത്തആല തന്ന ലോകവും രണ്ടും മുന്നിൽ വെച്ചിട്ടാണ് വിലയിരുത്തൽ വരിക. അപ്പ നാണം കിട്ടുപോകാൻ പാടില്ല. അപ്പ സന്തോഷവാന്മാരാകണമെങ്കിൽ മുന്നിൽ അമലുണ്ടാകണം. അതിനാ ഞാൻ വളരെ തീർത്തും കർശനമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണം. പുറകോട്ട് പോകരുത്, കുറവായി പോകരുത്, കുറവുള്ളവരാകരുത്. ഖബറിലെത്തിയിട്ട് നല്ല അമലുകളൊക്കെ പട്ടികയിലുള്ള ആളാണെങ്കിൽ അയാളോട് പറയും, പേടിക്കണ്ട, അമൽ